ഹേ എവ്രി വൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. ഓക്കെ, എനിക്ക് കയ്യിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ മിക്സ് നമുക്കിട്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇതിന് ഭയങ്കര മെസ്സി ബാൻ എന്നൊക്കെ പറയും. മിറർ ഉണ്ട് കേട്ടോ അവിടെ. ഫാർമസ്യൂട്ടിക്കൽ മോയ്സ്ചറൈസർ ആണ്, മോയിസ് എന്ന് പറയും. കഴിഞ്ഞ 2 സ്റ്റെപ്പുമാണ് സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി വാരി തേക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇതിൽ തുടങ്ങാം പരിപാടി. ഇതാണ് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ പോലെ ഞാൻ ചെറിയൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് മേക്കപ്പിന് ഡസ്കി സ്കിൻകാർക്ക് ഓക്കെയാണ്. നമ്മൾ ഇടുമ്പോൾ ഒരു വൈറ്റ് കളർ ആയിരിക്കും. ഓൾറെഡി ഞാനൊരു കുറച്ച് ഓയിലി ആയിരുന്നു. ഇപ്പൊ ഇതും കൂടെ ഇട്ടപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഓയിലി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു കുഞ്ഞു ഫൗണ്ടേഷൻ. ഞാൻ എൻ്റെ ചീക്സിൽ ഒരു 2 to 3 ഡോട്ട്സ്. വെരി മിനിമൽ പ്രോഡക്റ്റ്, ബെസ്റ്റ് മേക്കപ്പ് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. മിനിമൽ പ്രൊഡക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രൊഡക്റ്റിന്റെ എണ്ണം കുറവെന്നല്ല, പ്രൊഡക്റ്റിന്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ പടക്കം പൊട്ടുന്ന ടപ്പ വെച്ച കേട്ടോ. ഇവിടെ ദീപാവലി ഇനിയും കഴിഞ്ഞിട്ടില്ല. എൻ്റെ കഴുത്ത് കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ട്, അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണോ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ ഇടുന്നത് അത് നിങ്ങളുടെ നെക്കിലേക്ക് ഇടുക. നെക്ക് നിങ്ങളുടെ എത്രത്തോളം വൈഡ് നെക്കാണ്, എവിടെ വരെ നിങ്ങളുടെ നെക്ക് ഡ്രസ്സിൻ്റെത് വരുന്നുണ്ട് അത്രയും കൊടുക്കുക കേട്ടോ. ഇത് മേബലിൻ്റെ ഫിറ്റ്മി കൺസീലറാണ്. പക്ഷേ എനിക്കിത് ഷെയ്ഡ് ആപ്റ്റല്ല. നമ്മുടെ കാരമൽ ഷെയ്ഡ് ആയിരിക്കും നമുക്ക് ആപ്റ്റായിട്ടുണ്ടാവുക കേട്ടോ ഡസ്കി സ്കിന്നിന്. ഇത് കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പം, പക്ഷെ നമ്മളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓക്കെ ആവും. ഞാൻ ആക്ച്വലി പുഴുങ്ങാണ്. ഫാനിട്ടോ നിങ്ങൾക്കൊന്നും കേൾക്കില്ലല്ലോ. ഓൾറെഡി ഒന്നും കേൾക്കുന്നില്ല. എന്തൊരു കുട്ടിക്കല ഇവർ. ആക്ച്വലി ഐയിലേക്ക് വരാം. ഐ മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഞാൻ എന്താ ഈ കോലത്തിൽ നല്ലേ, നമുക്കൊന്ന് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഈ പാലറ്റാണ്. ഇതിന്ന് ഞാൻ ആക്ച്വലി ഡാർക്ക് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഷെയ്ഡും തോണ്ടി തേച്ച് മൊത്തം തീർന്നിട്ടുണ്ട്. ഞാനല്ല ഇത് ഉപയോഗിക്കുന്ന ആള്, ഇത് ഉപയോഗിക്കുന്നത് എൻ്റെ മക്കളാണ്. ആൻഡ് എൻഡിലേക്ക് ഞാൻ ഈ ഒരു ഡാർക്ക് കളർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കോർണർ ഭാഗത്തുനിന്ന് ലൈറ്റ് ഷെയ്ഡ് തുടങ്ങിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ വാൽഭാഗത്തേക്ക് ഡാർക്ക് ഷെയ്ഡ് എന്നുള്ള രീതിയിലേക്കാണ് കേട്ടോ വരുന്നത്. ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ കോർണറിൽ കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ വാൽഭാഗത്തു നിന്നാണ് പൊതുവേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതാണ് കറക്റ്റായിട്ടുള്ളൊരു രീതിയും. നമ്മുടെ വാൽഭാഗം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ആ കോർണറിലേക്ക് ഇങ്ങനെ പോവുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാനൊന്ന് പ്ലാൻ ചെയ്യും, നടക്കുന്നത് വേറൊന്നായിരിക്കും. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഒന്ന് എലഗൻ്റ് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. നൈറ്റ് മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ പ്ലാൻ ചെയ്ത് എല്ലാം കൂടെ ആയി വന്നപ്പോഴേക്കും ഇപ്പം ടെയിൽ ഭാഗത്തേക്ക് എഗെയിൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. ബ്രഷ് കൊണ്ടുള്ള ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൈ കൊണ്ടും കൂടെ ഒന്ന് സ്മഡ് ചെയ്യും കേട്ടോ. കൈ കൊണ്ട് ചെയ്യണ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. കാണുന്നില്ലേ? ഒരു വിങ്ഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സൂഡിയോയുടെ ഷിമ്മർ ഐലൈനർ ആണ് കേട്ടോ. നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. ഈ ഐലൈനർ ഒരു ഷിമ്മറി ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ആ ഒരു കണ്ണിനെ എടുത്ത് കാണിക്കില്ല. ഇതാണ് ഐ ലുക്ക് വന്നത്. ഐ ലാഷസ് ഇല്ലേ, നമുക്ക് ഐ ലാഷസ് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ ചെയ്ത മേക്കപ്പിന് അങ്ങോട്ട് എലഗൻ്റ് ആക്കുക ചെയ്യുക. ഇതുപോലത്തെ ഐ ലാഷസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ആ ഒരു നിങ്ങൾക്ക് എൻ്റെ കണ്ണിലിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെച്ചു എന്നുള്ളത് അങ്ങോട്ട് തോന്നിയില്ല, പക്ഷെ നല്ലൊരു ലുക്ക് തരികയും ചെയ്യും. ഞാനിത് ഇത്ര അധികം വെക്കാറില്ല കേട്ടോ. അതൊരു ടാസ്ക് ആയിരുന്നു ശരിക്കും. അത് പറ്റിപ്പിടിപ്പിച്ച് കൊണ്ടുവരാന്നുള്ളത് നമുക്ക് വേറൊരാൾക്ക് വെച്ച് കൊടുക്കാൻ ഈസിയാണ്, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞു കോൺട്രിങ് ചെയ്യുന്നുണ്ട്. അധികം പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല. ജസ്റ്റ് ഓൾറെഡി എൻ്റെ മുഖം മെലിഞ്ഞിട്ടായതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത്, നോസ് കോൺട്രിങ് ആൻഡ് ചീക്ക് കോൺട്രിങ്. പിന്നെ നോസിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ പാലെന്ന് പറയില്ലേ, ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ചിരിക്കുക, ബ്ലഷ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഈ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം, നമ്മുടെ മേക്കപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ലുക്കിനനുസരിച്ചാണ് കേട്ടോ. ചീക്ക് ഏരിയയിൽ, ചീക്ക് ബോൺ ഏരിയയിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. പിന്നെ ഒരു ഹൈലൈറ്റർ കൊടുക്കുന്നുണ്ട് നോസിൻ്റെ ടിപ്പിൽ, കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ട്, പിന്നെ ഫോർഹെഡിൽ. ദെൻ ഒരു ഐബ്രോ ജസ്റ്റ് ഒന്ന് വരച്ചതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്പ് ലൈനറാണ്, എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്. ഒരു ലുക്ക് മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യുന്നൊരു പാർട്ടാണിത്, ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഐ ആൻഡ് ലിപ്സ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ബേസ് ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഐ ആൻഡ് ലിപ്പ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മേക്കപ്പ് ഒരു ഹാഫ് പാർട്ട് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇതൊരു എവിടെ നിന്ന് വാങ്ങിച്ചാന്ന് എന്നോട് ചോദിക്കരുത്. ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ്, നല്ലൊരു ഡാർക്ക് ലിപ്പ് ലൈനറാണ് ഞാൻ കൊടുത്തത്. അതുപോലെ തന്നെ ഡാസിലറിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ, ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡിൻ്റെ. അത് ഒരു ലിപ്പ് ലൈനർ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കോമ്പാക്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ താഴ്ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ കണ്ണിൻ്റെ തുമ്പത്ത് ഞാൻ ഈ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് വന്നിട്ട്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് എൻറ്റയർ ഡ്രസ്സും കമ്മലും മൂക്കുത്തിയും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊന്ന് കാണാം. ഓക്കെ, ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ടോപ്പാണ് കേട്ടോ. ഇതുമാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. നമുക്കൊരു നൈറ്റ് പാർട്ടി ലുക്കിൻ്റെ കൂടെ പോകുന്നൊരു മേക്കപ്പായിട്ട് കൊണ്ടുപോകാം കേട്ടോ അത്. കാരണം കുറച്ചൊരു വൈബ്രൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്ട്സിൻ്റെ എമൗണ്ട് ആണെങ്കിൽ കുറച്ചൊരു കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഇത്ര ഫെയർനെസ് തോന്നുന്നത്. നൈറ്റ് ലുക്കല്ലേ, പിന്നെ നമ്മൾ അങ്ങനെ സ്വെറ്റ് ആവുകയില്ല, ഒലിച്ചു പോവില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല നമുക്ക് നൈറ്റ് ലുക്കിനെന്ന് പറയുമ്പോൾ. പക്ഷേ ഡേ ലുക്കിനേക്ക് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രൊഡക്റ്റ് വളരെ കുറച്ച് യൂസ് ചെയ്യുക. ഇങ്ങനെ അട്ടിക്ക് കൊടുക്കാതെ മാക്സിമം നോക്കുക. ഓക്കെ, ആ ഐലാഷസിൻ്റെ ഭംഗി എന്തൊരു ഭയങ്കരമായിട്ട് എലഗൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. ഐ ലവ് ദ കോൺഫിഡൻസ് ദാറ്റ് മേക്കപ്പ് ഗിവ്സ് മീ. നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.